ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്പനയിൽ കണ്ട കണക്ക് തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന റീജനറേറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങളെയൊക്കെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നമ്മുടെ ബന്ധുക്കളിൽ ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കി കാണുമ്പോൾ അവിടെ നമ്മൾ ചോദിക്കുമ്പോൾ മിക്കവാറും ആൾക്കാരെല്ലാം പറയുന്ന പല പല പ്രശ്നങ്ങൾ കാരണം ഗ്യാസ് ട്രബിൾ, അതിനൊക്കെ തന്നെ നെഞ്ചരിച്ചിൽ, വയറരിച്ചിൽ, IBS ദഹന പ്രശ്നങ്ങൾ, IBS പോലുള്ള ദഹന പ്രശ്നങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഷുഗർ, ആർത്രൈറ്റിസ്, അല്ലെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ്, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ, ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് ഓരോ ആൾക്കാരിലും നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, അപ്പം അസുഖങ്ങളില്ലാത്തവരായിട്ട് ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് തോന്നുന്നത് സമൂഹത്തിൽ. അപ്പോൾ അത്രത്തോളം പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വരുന്നത്. കാരണം നമ്മളിപ്പം ഭക്ഷണത്തിന് പകരമായിട്ട് നമ്മൾ മരുന്നുകൾ കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനീ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾ ശീലമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ഫാസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ആഹാരത്തിനെ ബഹിഷ്കരിക്കുക, അതാണല്ലോ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, നിരാഹാരം. ഓക്കെ, അപ്പം ഈ ഫാസ്റ്റിംഗ്, പക്ഷേ ഈ ഫാസ്റ്റിംഗ് ചെയ്യേണ്ട വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മെത്തേഡിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ഈ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ രാത്രികളിൽ 8 മണി, 9 മണി, 10 മണി, 11 മണി ഈ സമയങ്ങളിലൊക്കെ രാത്രിയിൽ നമുക്ക് കിട്ടുന്ന ഇപ്പം ഹെവി ആയിട്ടുള്ള ഫുഡുകളെല്ലാം വാരി കഴിച്ച് വയറ് വീർക്കുന്നവരെ കഴിച്ചിട്ട് നമ്മൾ അന്നേരം തന്നെ വന്ന് കട്ടിലേക്ക് കിടന്ന് നമ്മൾ ഉറങ്ങാറാണ് പതിവ്. ഓക്കെ, അപ്പം ആ ഒരു ശീലത്തിൽ നിന്ന് നിങ്ങൾ ഒരല്പം മാറ്റം കൊടുക്കുക. കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ ഗുണങ്ങൾ ചെയ്യും. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 6 മണിക്കും 6 മണിക്കൊക്കെ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ ഡിന്നർ ശീലമാക്കി മാറ്റുക. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ രാത്രി അത്താഴം നിങ്ങൾ 9 മണിക്കും 10 മണിക്കും കഴിക്കുന്നതിന് പകരം നിങ്ങളൊരു 6-6:30 ഇടയിൽ നിങ്ങൾ കഴിക്കുക. ഓക്കെ, ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട, നിങ്ങൾ പകരം നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവർ ശാസ്ത്രീയമായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കറിയാം, പണ്ടുള്ള നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സൂര്യാസ്തമയത്തിന് മുമ്പ് തന്നെ അവരുടെ രാത്രി ഭക്ഷണം അവർ കഴിച്ചിട്ട് അവർ നേരത്തെ കിടന്നുറങ്ങുമായിരുന്നു. ഓക്കെ, അത് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. ഇപ്പം നമുക്ക് ഈയിടെയായിട്ട് നമ്മുടെ 2016 നോബൽ സമ്മാനം കിട്ടിയ ഒരു ജപ്പാനീസ് ശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് ഇപ്പം നമ്മുടെ ഈ ആധുനിക കാലത്ത് ഇതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞത്. അതിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം വരെ ലഭിക്കുകയുണ്ടായി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കറിയാം, നമ്മൾ രാത്രിയിൽ ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്നിട്ട് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വല്ലാത്ത ഒരു സ്വസ്ഥതക്കേടാണ് ഉണ്ടാകുന്നത്. അത് നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. നമുക്ക് ദഹന പ്രശ്നങ്ങൾ, മറ്റുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഷുഗറിൻ്റെ വർധനവ്, ഇങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ അത് എല്ലാം നമ്മുടെ ഈ ഒരു ശീലത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന ഈ 6 മണിക്കും 6:30 ഇടയിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സഹായിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു സംശയമാണ്, നമ്മൾ ഈ 6 മണിക്കും 6:30 ഇടയിൽ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും വിശക്കില്ലേ, ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ പോകുന്നതാണ്, ഞാൻ 8 മണിക്കാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും നമ്മൾ പറയും. പക്ഷേ ഫ്രണ്ട്സ്, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ, ഇപ്പോൾ നമ്മൾ ഓഫീസിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 5 മണിക്കും 5:30-ക്കുള്ളിൽ നിങ്ങൾ സ്നാക്സ് കഴിക്കുമല്ലോ, ആ സ്നാക്സിൽ നിങ്ങളുടെ രാത്രി ഭക്ഷണം ഒതുക്കുക. അതിനുശേഷം നിങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ നമ്മൾ വീട്ടിലേക്ക് ലേറ്റായിട്ടൊക്കെ ആഹാരം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാരോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക, നമുക്ക് നേരത്തെ ഭക്ഷണം കഴിക്കണം, നേരത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, നമുക്കുണ്ടാകുന്ന പല പല പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരും ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നതായിരിക്കും. നിങ്ങൾ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഇതൊന്ന് ശീലമാക്കി നോക്കൂ. നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ, മാജിക്കലായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ കാണാൻ കഴിയും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഞാനിത് പടിപടിയായിട്ട് പറഞ്ഞുതരാം. അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ,
അപ്പം ഫ്രണ്ട്സ്, നമുക്കറിയാം നമ്മുടെ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു പവറുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നിരന്തരമായിട്ട് രോഗങ്ങളോട് മല്ലിടുന്ന ഒരു രീതിയാണ് നമ്മുടെ ശരീരത്തിൻ്റേത്. കാരണം ചെറിയ ചെറിയ രോഗങ്ങളുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ശരീരം അതിനെ റെസിസ്റ്റൻസ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അതിനെതിരായിട്ട് നമ്മുടെ ശരീരം തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും നല്ല ഡോക്ടർ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകഭാഗം തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ അകഭാഗം ഏതൊക്കെ തരത്തിലുള്ള ബാക്ടീരിയകളെയും ഫംഗലുകളെയും വൈറലുകളെയും എല്ലാം നിരന്തരമായിട്ട് ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് നമ്മുടെ ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഒരു 6 മണിക്ക് 6:30 ശേഷമൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ സമയങ്ങൾ, ആ ഒരു സമയമൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ഈ കഴിച്ച ആഹാരം പൂർണ്ണമായിട്ടും ദഹിച്ച് അതിൻ്റെ ആ യഥാസ്ഥാനങ്ങളിൽ അത് ചെന്നെത്തുന്ന ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടന്നിരിക്കും. അതിന് ശേഷമുള്ള സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കായിരിക്കും. നമ്മുടെ വയറിൽ ഒന്നും തന്നെ കാണില്ല, എംപ്റ്റി സ്റ്റൊമക്കായിരിക്കും. ആ സമയത്ത് നമ്മുടെ ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എനർജി, നമ്മുടെ ആ ഒരു ശരീരം ത്തിന് നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് അന്നേരം നമ്മൾ കൊടുക്കുന്നത്. കാരണം അതൊരു ഡോക്ടറാവുകയാണ് അന്നേരം ശരീരത്തിലുണ്ടാകുന്ന ആ ഒരു നമ്മുടെ സെൽസിനെയൊക്കെ റീജനറേറ്റ് ചെയ്യാനും അങ്ങനെയുള്ള മറ്റു പലവിധ പ്രവർത്തികളും ചെയ്യാൻ ശരീരത്തിന് ആ സമയത്ത് നല്ല രീതിയിൽ പറ്റും. നമ്മളിപ്പോൾ 11 മണിക്കും 10 മണിക്കൊക്കെ വയറ് വളരെ ദീർഘ രീതിയിൽ ആഹാരം കഴിച്ചിട്ട് കിടന്നുറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കില്ല. അതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. ആ സമയം നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട്, നേരത്തെ ഒരു 6:30 നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 8 മണി 9 മണിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുകയും അതിനുശേഷം നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്ക്, ആ ഒരു സ്റ്റൊമക്ക് യഥാർത്ഥത്തിൽ ഇതൊരു ഉപവാസം തന്നെയാണ്. അപ്പം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുഗർ ഉള്ളവർക്ക് കാരണം ഇതൊക്കെ ഒരുപാട് സയൻസ് പരമായിട്ട് ഒരുപാട് തെളിയിക്കപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പം സയൻസിൻ്റെ സ്റ്റഡിയിലൊക്കെ ഒരുപാട് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഷുഗറിനെയൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനൊക്കെ തന്നെ ഒബേസിറ്റി, പൊണ്ണത്തടി പെട്ടെന്ന് തന്നെ നമ്മുടെ വയറ് കുറയ്ക്കാനും നമ്മുടെ വയറ്റിലെ കൊഴുപ്പിനെ കുറയ്ക്കുവാനും നമ്മുടെ പൊണ്ണത്തടി കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കും. അതിനൊക്കെ തന്നെ BP കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ നമ്മുടെ ചർമ്മങ്ങൾ, നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആക്കി വെക്കാനും നമുക്ക് നല്ലൊരു നല്ല രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് നല്ലൊരു എനർജി ബൂസ്റ്റ് ചെയ്ത് തരാനൊക്കെ ഈ ഒരു പ്രക്രിയ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അതിന് നിസ്സാരമായിട്ട് ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മുടെ ഫിലിം സ്റ്റാർ, നമ്മുടെ ബോളിവുഡ് നടൻ നമ്മുടെ അക്ഷയ് കുമാർ നമുക്കെല്ലാവർക്കും അറിയാം, ഫിറ്റ്നസ്സിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പ്രസക്തമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ രഹസ്യം എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ 6 മണിക്കും 6:30ക്കും ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഡിന്നർ അദ്ദേഹം കഴിച്ചിരിക്കും. അതുമൂലം ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഈ പെട്ടെന്നുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കുറയ്ക്കും. അതിനാണ് ഹൈപ്പർ ടെൻഷൻ, ഷുഗർ പോലുള്ള അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങളൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അതിനൊക്കെ തന്നെ നമ്മുടെ ബോളിവുഡ് താരങ്ങൾ പലരും ഈ ഒരു സിസ്റ്റത്തെ ഇത് ചെയ്യുന്നവരാണ്. കാരണം ഇത് ഭയങ്കര നല്ല രീതിയിലുള്ള ഒരു ഗുണകരമായിട്ടുള്ള, നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കുറച്ച് ദിവസം അടുപ്പിച്ച് ഇത് ഒന്ന് ചെയ്ത് നോക്കും. ഇപ്പം നമുക്കൊരു 6 മണിക്കും 6:30ക്കും ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 8 മണി 7 മണി സമയത്തൊക്കെ നമുക്ക് വിശക്കുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളം കുടിക്കാം, അതിന് പ്രശ്നമില്ല. അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കാം, അതിന് പ്രശ്നമില്ല. അതല്ല നിങ്ങൾക്ക് വിശപ്പ് പിന്നെയും അധികമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ഗ്ലാസ് പാല് കുടിക്കാം, അതിനും വലിയ പ്രശ്നങ്ങളില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുക. നിങ്ങൾ ആ ഫുഡ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ മാറ്റുക. എന്നിട്ട് നേരത്തെ കഴിക്കുക. നമുക്ക് ഈ അസിഡിറ്റി ഉള്ളവർക്ക്, അതിനൊക്കെ ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒക്കെ വളരെയധികം സഹായിക്കും. കാരണം നിങ്ങളിത് നിർത്തി വെക്കുമ്പം തന്നെ 1 2 3 ദിവസങ്ങൾ കഴിയുമ്പം തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകുന്ന ഈ അസിഡിറ്റി, ഈ IBS, ഈ ബബിൾ സിൻഡ്രോം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിൽ, അതിനൊക്കെ നമ്മുടെ ഈ കരളിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ വളരെ ഇതിൽ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും. ഓക്കെ, നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. നമുക്ക് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. കാരണം നമ്മളത് ശീലിച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു രീതിയിൽ ശീലിച്ചുകൊണ്ട് തന്നെ നമ്മൾ രാത്രി 10 മണിക്കും 11 മണിക്കുമൊക്കെ വാരി വലിച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങി ശീലിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത് തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ഒരാഴ്ചയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് ശീലമായി മാറും, നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും.
പിന്നെ നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള മാജിക് പരമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നോബൽ സമ്മാനം കിട്ടിയ നമ്മുടെ ജപ്പാൻ ശാസ്ത്രജ്ഞൻ അദ്ദേഹം തെളിയിച്ച കാര്യങ്ങളാണ്. പിന്നെ അതിലുമുപരിയായിട്ട് നമ്മുടെ പൂർവികർ നേരത്തെ തൊട്ടേ ഇത് അനുവർത്തിച്ചു വന്ന കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ചുറുചുറുക്കും നമ്മുടെ എനർജിയും ഒക്കെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകഭാഗം നമ്മുടെ ശരീരം രോഗങ്ങളെ തിന്നുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർക്ക് സമയം കിട്ടുന്നു. കാരണം അവർക്ക് അങ്ങനെയുള്ള രോഗങ്ങളുള്ള സാധ്യതകളെ ശരീരം തന്നെ തിന്നു തീർക്കുന്ന ഒരവസ്ഥ. അതാണ് കറക്റ്റായിട്ടുള്ള ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെയേറെ ഗുണകരമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെനിക്ക് കമൻറ്റ് ചെയ്യും. ഓക്കെ, കമൻറ്റ് ചെയ്ത് പറയൂ ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് നിങ്ങളൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയൂ. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ ആയുർവേദത്തിൽ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ആയുർവേദത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ സൂര്യൻ്റെ അസ്തമയത്തിന് മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, രാത്രി ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പം പിന്നെ രണ്ടാമത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അല്പം ബുദ്ധിമുട്ടുകൾ നമുക്ക് തോന്നും. പക്ഷേ അത് നമ്മുടെ ബോഡി അതിന് അനുസരിച്ച് പിന്നെ പതുക്കെ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഇത് പതുക്കെ ഒരു ശീലമായിട്ട് മാറും. പിന്നെ അത് നമുക്കൊരു പ്രശ്നമേ ആവില്ല. പിന്നെ നിങ്ങൾ കണ്ടോളൂ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുക്കാരോട് പറയുക, നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക. ഈ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ആ ശാസ്ത്രജ്ഞനെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള നോട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഈ ഒരു മെത്തേഡിൻ്റെ രീതികളെക്കുറിച്ച് കിട്ടും. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഫാസ്റ്റിംഗ് ആണ്. കാരണം 16 മണിക്കൂറത്തേക്ക് നമ്മൾ ഫാസ്റ്റ് ചെയ്യുവാണ്. കാരണം ഇന്ന് രാത്രി നമ്മൾ 6:30-ക്ക് നമ്മൾ കഴിക്കുന്നു, ഇന്ന് വൈകുന്നേരം 6:30-ക്ക് നമ്മൾ ആഹാരം കഴിക്കുന്നു. പിറ്റേ ദിവസം 8 മണി 9 മണി സമയമാകുമ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. കാരണം അത്രയും സമയം ഫാസ്റ്റിംഗ് ആണ്. അത്രയും സമയം നമ്മുടെ ശരീരത്തിന് ആ ഒരു എനർജിയെ ഇത് ചെയ്യാനുള്ള ഒരു സമയം കിട്ടുവാണ്. ഓക്കെ, നമ്മുടെ രോഗങ്ങളെയൊക്കെ നശിപ്പിക്കാനുള്ള, ആ രോഗത്തിൻ്റെ കോശങ്ങളെ നശിപ്പിക്കാനുള്ള, അതിനൊക്കെ നമ്മുടെ കോശങ്ങളെ റീജനറേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരം സ്വയം ആർജിച്ചെടുക്കുകയാണ്. ശരീരം ഒരു ഡോക്ടറായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പം ഈ മരുന്ന് കഴിക്കാനൊക്കെ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ട് മരുന്ന് കഴിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഈ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അസുഖങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ശരീരം തന്നെ ഇതിനെതിരെ ഒരു മാറ്റം കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ, ഒരു ഡോക്ടറെ നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നിങ്ങൾ ലൈക്ക് തരണ്ട, പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്യൂ. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ, നിങ്ങളുടെ ബന്ധുക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. ഇത് തീർച്ചയായിട്ടും നല്ല ഒരു അറിവായിരിക്കും. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെ നമ്മൾ തന്നെ ചികിത്സിക്കുന്നു, അതും ഒരു ചെറിയ മാർഗ്ഗത്തിൽ കൂടി, ഒരു നല്ല ശീലത്തിൽ കൂടി. അതാണ് ഈ വീഡിയോ. അപ്പം നിങ്ങളുടെ എല്ലാം സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്. അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് വരാൻ.